അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വ ആലിഹി വസല്ലിം. ബഹുമാനികളായ ഉസ്താദുമാരെ, മാനേജ്മെൻറ്റ് ഭാരവാഹികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സമസ്ത സ്ഥാപക ദിന പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 1926 ജൂൺ 26 ബഹുമാനപ്പെട്ട സയ്യിദുന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ റളിയല്ലാഹു തആല അൻഹു അധ്യക്ഷനായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിക്കുകയും ഇന്ന് 2026 ജൂൺ 26 ആകുമ്പോൾ 100-ലെത്തി നിൽക്കുകയും ചെയ്യുകയാണ്. സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം യഥാർത്ഥമായ ദീനിനെ, അതിൽ ഒന്നും കടത്തിക്കൂട്ടാത്ത, ഉള്ളതൊന്നും കളയാത്ത അതേ രൂപത്തിൽ തന്നെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം. നവീനവാദികൾ കടന്നു വന്നപ്പോൾ പലതിനെയും അവർ പുച്ഛിക്കുകയും നിസാരപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ കാലഘട്ടത്തിലെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ചുകൂടി സ്ഥാപിച്ച ഈ മഹത്തായ പ്രസ്ഥാനം, അത് യഥാർത്ഥമായ ദീനാണ്, സമസ്ത ഒരു സംഘടനയല്ല. ആ പ്രസ്ഥാനം 100-ലെത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മുടെ കുളിർക്കുകയാണ്. ഒരുപാട് വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 11,000-ലേറെ മദ്രസകളിൽ 1,00,000-ഓളം ഉസ്താദുമാർ അധ്യാപനം നടത്തുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വലിയ മഹത്വമുള്ളവരും വിലായത്തിൻ്റെ പദവിയിൽ എത്തി നിൽക്കുന്നവരുമായിരിക്കും. കേരളക്കരയിൽ ഒരു ഉസ്താദിന്, ഒരു പണ്ഡിതന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് സമസ്തയുടെ മുശാവറ അംഗമാവുക എന്നുള്ളത്. നമ്മുടെ പരിസരങ്ങളിലൊക്കെ മഹാന്മാരായ ഉസ്താദുമാർ മുശാവറ അംഗങ്ങളായിട്ടുണ്ട്. ഓരോ മഹാന്മാരായ പണ്ഡിതൻ മഹത്തുക്കളെയും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയും ജീവിത ചിട്ടയുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതപ്പെട്ടു പോവുകയാണ്. നമ്മുടെ പരിസര പ്രദേശത്ത് നമുക്ക് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട പി കുഞ്ഞാണി മുസ്ലിയാർ, ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഉസ്താദ് അതീവ സൂക്ഷ്മതയോടുകൂടി വെച്ചിരുന്ന തൻ്റെ ഡയറി എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ വല്ലാതെ കണ്ണ് നിറക്കുന്ന ചില വാക്കുകൾ കാണുകയാണ്. മറ്റൊന്നുമല്ല, മഹാനായ കുഞ്ഞാണി ഉസ്താദ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്: ഞാൻ ആദ്യമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നത് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ വെച്ചാണ്. ഉപരിപഠനത്തിനായി വെല്ലൂരിൽ പോയ കാലഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി പി കുഞ്ഞാണി ഉസ്താദ് മഹാനവറുകൾ സ്വപ്നത്തിൽ കാണുന്നത് എന്ന് ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായി ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ട്: ഞാൻ രണ്ടാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നത് പുത്തനാഴിയിൽ വെച്ചാണ്. ഉസ്താദ് അവറുകൾ ജീവിതകാലത്ത് 50 വർഷത്തോളം മുദരിസായും ഖാദിയായും സേവനം ചെയ്ത മഹല്ലാണ് പുത്തനാഴി. മൂന്നാമതായി
ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടതും പുത്തനയിൽ വെച്ചാണ്. ഇങ്ങനെ സുന്ദരമായ വചനങ്ങൾ ആ ഡയറിയിൽ കുറിച്ചതായി കാണാൻ സാധിച്ചു എന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആത്മീയമായ ബന്ധം പുലർത്തി അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത, സുന്നത്തുകളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത, ഫർളുകളോട് ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത